സാനിയോ, അങ്ങനെ വടകരയ്ക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട മുരളിയേട്ടനെ നഷ്ടപ്പെടുന്നു. തൃശ്ശൂരിലേക്ക് എപ്പോഴാണ് മുരളിയേട്ടനെ യാത്ര അയക്കുക? വടകരയിൽ ഇപ്പോൾ കെ മുരളീധരനുള്ളത് വടകര കോഴിക്കോടാണോ അതല്ല തൃശ്ശൂരാണോ? അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാടകീയമായ യാത്രയായപ്പൊന്നും മുരളിക്ക് കോഴിക്കോട് നിന്ന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം തിരൂരിൽ നിന്നായിരിക്കും കെ മുരളീധരനെ കോൺഗ്രസ് പ്രവർത്തകർ യാത്രയാക്കുക എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ 6:30 തന്നെ മുരളീധരൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ശേഷം പലയിടങ്ങളിലായി പല പ്രമുഖ വ്യക്തികളെയും സന്ദർശിച്ച ശേഷമായിരിക്കും തിരൂരേക്ക് എത്തുക. അവിടെ നിന്നാണ് മുരളീധരന് ട്രെയിൻ ഉള്ളതെന്നാണ് മനസ്സിലാവുന്നത്. ശേഷമായിരിക്കും തൃശ്ശൂരിലേക്ക് പോവുക. ആദ്യം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വാഴക്കാടെത്തി ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിക്കും. ശേഷം മറ്റ് പല പ്രമുഖ നേതാക്കളെയും സന്ദർശിക്കാനുണ്ട് എന്നാണ് MP-യുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതിനുശേഷമായിരിക്കും തൃശ്ശൂരേക്ക് പോവുക. ഏതായാലും ഇന്ന് രാവിലെയും അദ്ദേഹത്തെ യാത്രയയക്കാൻ വലിയൊരു ആൾക്കൂട്ടമൊന്നും കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിരാവിലെ അദ്ദേഹം പോയിട്ടുണ്ട്. മാധ്യമങ്ങളെയൊക്കെ കാണുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശേഷം അദ്ദേഹം ഇപ്പോൾ തിരൂരിൽ എത്തിച്ചേരും. അവിടെ നിന്നായിരിക്കും പോവുക. അതായത് നാടകീയമായൊരു യാത്രയായപ്പോൾ നാടകീയമായൊരു സംഭവം തന്നെയായി പോയി വടകരയുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. കാരണം മുരളീധരനായി ബോർഡുകൾ വയ്ക്കുന്നു, ചുവരെഴുത്ത് നടത്തുന്നു. ഇതൊക്കെ തീരുമാനിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മാറുന്നത്. മാത്രവുമല്ല നാളെ കൺവെൻഷൻ പോലും തീരുമാനിച്ചിട്ടുമുണ്ടായിരുന്നു. കൺവെൻഷനിലെ പോസ്റ്ററിലൊക്കെ മുരളീധരൻ്റെ ഫോട്ടോ വെച്ചുള്ള കൺവെൻഷനൊക്കെ അതൊക്കെ പുറത്തിറക്കിയ സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലെല്ലാമാണ് വളരെ പെട്ടെന്ന് ഹൈക്കമാൻഡ് ഇത്തരത്തിലൊരു തീരുമാനം മാറ്റുന്നു. ശേഷം തൃശ്ശൂരേക്ക് മത്സരിക്കാനുള്ളൊരു നിയോഗം മുരളീധരൻ ഉണ്ടാകുന്നു. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് പോകേണ്ടി വന്നത്. ഏതായാലും വലിയ യാത്രയപ്പൊന്നും ഉണ്ടായില്ല. പകരം തിരൂരിൽ നിന്ന് വലിയ യാത്രയപ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്. അപ്പോൾ തിരൂരിൽ നിന്നുള്ള യാത്രയപ്പാണ്. രാവിലെ തന്നെ പുറപ്പെട്ടിരിക്കുന്നു കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു വൈകാരികമായ യാത്രയപ്പ് കെ മുരളീധരൻ വടകര നൽകുമെന്നാണ്. അത്ര വൈകാരികമോ നാടകീയമോ ഒരു യാത്രയപ്പില്ല. പക്ഷേ തിരൂരിൽ കെ മുരളീധരൻ ഒരു യാത്രയപ്പ് നൽകും എന്നാണ് സാനിയോ മനോമി റിപ്പോർട്ട് ചെയ്യുന്നത്. സാനിയോ, പൊതുവെ വടകരയുടെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നതാണ് ഷാഫി പറമ്പിൽ വരുന്നതോടുകൂടി കൂടുതൽ സാധ്യത തെളിയുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം കുറ്റ്യാടി, നാദാപുരം പോലെയുള്ള മണ്ഡലങ്ങളിലെല്ലാം ഷാഫി പറമ്പിലിന് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. തലശ്ശേരിയിലാണെന്ന് തോന്നുന്നു ഷാഫി പറമ്പിലിൻ്റെ ബന്ധുവീടുള്ളത്, ഭാര്യാഗൃഹമുള്ളത്. അപ്പോൾ വടകര ഒരു സിറ്റിംഗ് MP മാറി പകരം ഷാഫി പറമ്പിൽ വരുന്നതിനെ CPM എങ്ങനെയായിരിക്കും ഒരു പ്രചരണ വിഷയമാക്കി എടുക്കുക? കാരണം സഹോദരൻ പോയതിനു ശേഷം, സഹോദരി പോയി സെറ്റായതിനു ശേഷം സഹോദരനെ കൊണ്ടുപോകാം എന്ന വിമർശനമാണ് CPM ഉയർത്തുന്നത്. അപ്പോൾ എന്താണ് വടകരയിൽ ഷാഫി കെ മുരളീധരൻ മാറി എത്തുമ്പോഴുള്ള ഒരു സാധ്യത? മുരളീധരന്റെ തൃശ്ശൂരേക്കുള്ള യാത്ര എന്ന് പറയുന്നത് CPM പ്രചരിപ്പിക്കുന്നത് പേടിച്ചു പോയി, അതായത് ശൈല ടീച്ചറെ പേടിച്ച് തൃശ്ശൂരേക്ക് മുരളീധരൻ മാറി എന്ന തരത്തിലാണ്. അത്തരത്തിൽ വ്യാപകമായ പോസ്റ്ററുകളും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും ഒക്കെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഷാഫിയുടെ വരവ് വളരെ സീരിയസ് ആയി തന്നെയാണ് ഇടതുപക്ഷം കാണുന്നത്, LDF കാണുന്നത്. പക്ഷേ ഷാഫിയെ വളരെ എളുപ്പത്തിൽ ശൈല ടീച്ചർക്ക് തോൽപ്പിക്കാൻ കഴിയും, ശൈല ടീച്ചർക്ക് ഈസി വാക്ക് ഓവർ ആയിരിക്കും എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ വരുന്നത്. ഏതായാലും മുരളീധരന്റെ യാത്ര മുരളീധരൻ തൃശ്ശൂരേക്ക് പോയത് അനുകൂല ഘടകമാക്കി എടുക്കാനാണ് ഇപ്പോൾ ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രചാരണങ്ങളും മറ്റും നടക്കുന്നു. കാരണം ഓരോ പ്രചാരണ കേന്ദ്രങ്ങളിലും ശൈല ടീച്ചർ അടക്കം പറയുന്നത് RSS ബന്ധമുണ്ടായിരുന്നു എന്ന്, തനിക്ക് RSS ബന്ധമുണ്ടായിരുന്നു എന്ന് മുരളീധരൻ ആരോപിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് RSS ബന്ധമെന്ന് തെളിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം കൂടിയാണ് LDF നടത്തുന്നത്. LDF-നെ സംബന്ധിച്ചിടത്തോളം അനുകൂല ഘടകമായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാഫിക്ക് ബന്ധുവീട് ഉണ്ട് തലശ്ശേരി അടക്കം. മാത്രവുമല്ല ഷാഫി നേരത്തെ അടക്കം പല പരിപാടികൾക്കൊക്കെ ഈ കുറ്റ്യാടി, വടകര ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ വലിയ ജനപിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതും തീർച്ചയായും കോൺഗ്രസിന് അനുകൂല ഘടകമായിരിക്കും. പക്ഷേ എന്ത് തന്നെയായാലും മുരളീധരൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് കൺവെൻഷൻ വിളിക്കുന്നു, മാത്രമല്ല ചുവരെഴുത്തുകൾ നടക്കുന്നു, പോസ്റ്ററുകൾ പതിക്കുന്നു. ഇതൊക്കെ വീണ്ടും തുടങ്ങേണ്ടിടത്ത് നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു അതൃപ്തിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ അതൃപ്തിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വലിയ സ്വീകരണം നാളെ വടകരയിലേക്ക് എത്തുന്ന ഷാഫിക്ക് വലിയ സ്വീകരണം നൽകാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇരു കൂട്ടർക്കും അല്പം ഭയം ഈ ഒരു മുരളീധരൻ വടകരയിൽ നിന്ന് തീവണ്ടി ഇനി വടകരയിലേക്ക് തീവണ്ടി കയറുന്നത് ഷാഫി പറമ്പിലാണ്. അപ്പോൾ വടകരയിൽ നിന്ന്